കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരുണയുള്ള നാഥ, സ്വർഗ്ഗപിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഇറങ്ങിക്കൊണ്ടിരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി. നല്ല ദിവസത്തിൽ ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കൽ ദാനമായി നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മക്കളുണ്ട്. ഞങ്ങളെ അവിടുത്തെ തിരുമുൻപാകെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഓരോ പ്രാർത്ഥനാ വിഷയവുമായി ഞങ്ങളുടെ പാതപിടം ചാർന്ന് കടന്നു വരികയാണ്. ഞങ്ങളുടെ കുടുംബത്തെ യന്ത്രകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം കർത്താപ്പച്ചൻ്റെ കരങ്ങളിലോട്ട് തരികയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി ഏൽപ്പിക്കുന്നു. ഇന്നുവരെയും അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നന്ദി പിതാവേ, നന്ദി. വീണ്ടും അടുങ്ങളെ പരിപാലിപ്പാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ഏൽപ്പിക്കട്ടെ. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് അന്യദേശങ്ങളിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ സമർപ്പിക്കട്ടെ കർത്താവേ. പഠനത്തിനായി ജോലിക്കായിട്ടൊക്കെ കടന്നുപോയവരെ സമർപ്പിക്കുന്നു നാഥ. അവിടുന്ന് കൺമണി പോലെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് കൊടുത്ത് സ്വർഗത്തിലെ അപ്പച്ചൻ ഓരോ മക്കളെയും പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും അങ്ങയുടെ മേലിട്ട് തരിക. ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞൊരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന വചനം പറഞ്ഞ കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. ഒരു പെറ്റമ്മയേക്കാൾ ഉപരിയായി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയട്ടെ. പ്രഭാതത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയൊക്കെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. ആരോഗ്യം കൊടുക്കണേ, അല്ല സൗഖ്യം കൊടുത്ത് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും മാനിക്കപ്പെടാൻ സ്വർഗം സഹായിക്കണേ. ബുദ്ധി ജ്ഞാനം എൻ്റെ അപ്പച്ച കൊടുക്കണമേ. കർത്താവിനോട് ചേർന്ന് നടക്കുന്ന കുഞ്ഞുങ്ങളായി തീരണം. പ്രാർത്ഥനയോടെ പഠിക്കുന്ന മക്കളായി മാറണം. സ്വർഗം അതിനായിട്ട് അവരെ ഒരുക്കിക്കൊള്ളുമാറാകണം. ദുഷ്ടപിശാച് കാണാതെ വണ്ണം കാൽവരിയത്തെ കോട്ടയ്ക്കുള്ളവരെ മറയ്ക്കണം. പ്രത്യേകിച്ച് നാടും വീടും വിട്ട് മാതാപിതാക്കളെ വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം ചേർത്ത് പിടിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ചെറുതും വലുതുമായ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, എൻ്റെ കർത്താവെ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, ഈ സമയം OITയും IELTSും പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, കർത്താവേ, നിൻ്റെ മക്കളെയെല്ലാം പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് സ്വർഗ്ഗം അവരെ സഹായിക്കണമേ, നന്മയ്ക്കായി ചെയ്യണമേ. കുഞ്ഞുങ്ങൾ ഭാരപ്പെടുവാനോ വലയുവാനോ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തോടവരെ നടത്തണമേ. അപ്പൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുക. എൻ്റെ കർത്താവ്, എൻ്റെ പ്രാർത്ഥന ചോദിച്ച എല്ലാ മക്കളെയും ഒന്നുകൂടെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗ്ഗം വരെ മാനിക്കും, അനുഗ്രഹിക്കും, നിശ്ചയമായും വഴി നടത്തും. അതാർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം.
ഈ സമയം കർത്താവെ ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടവരെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് സൂക്ഷിക്കുമാറാകണം. സമാധാനത്തോടെ ജോലി ചെയ്യാനും ആരോഗ്യത്തിൽ ജോലി ചെയ്യാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്. ദൈവമായ കർത്താവെ ഈ സമയം വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണി ഒരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ആണും പെണ്ണുമായ മക്കൾക്ക് വേണ്ടി സ്വർഗം കരുതുമാറാകണം. ഈ 2024 തീരുന്നതിന് മുൻപായിട്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് ഈ സമയം ഹാലയിലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നവർക്ക് നന്ദി. ഗർഭിണികളായിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം. അസന്ധികയോളം കൂടെയെന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, കരയുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. നീ അവരുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കണമേ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരാഗ്രഹിക്കുന്ന സ്ഥാനത്തിൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുത വഴികളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദൈവം ഇന്നുമെന്നേക്ക് ഞങ്ങളുടെ ദൈവം ജീവപര്യന്ത ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാകിയാൽ അപ്പൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നുള്ളതുപോലെ കാണുന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. ഹാലിലെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഹാലിൽ സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന കുടുംബജീവിതമുണ്ട് കർത്താവേ. ആമേൻ കർത്താവെ. ഒത്തൊരുമയോടെ ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണം. ദുഷ്ടപിശാചാരെയും കാണരുതേ കർത്താവ്. സമാധാനത്തിൻ്റെ ഹാലിൽ ജീവിപ്പാൻ ഇടയാക്കണം. എല്ലാ മുൻകോപ സ്വഭാവങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കുമാറാകണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവെ. കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, കരുണ കാണിക്കണമേ. ഈ മാതാപിതാക്കളുടെ നടുവിൽ കുഞ്ഞുങ്ങൾ നിരാശപ്പെട്ട ഹാലലിയെ ഭാരപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമുള്ള ജീവിതം കണ്ടുവളരുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമൊരുക്കിക്കാട്ട് കർത്താവ്. ഈ സമയം ഹാലലിയ കർത്താവ് കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായും ക്രിസ്തു വെച്ച് തീർത്തരാമെന്ന് വാക്ക് പറഞ്ഞ് കർത്താവ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. ഭാരപ്പെടുന്ന ഓരോ മക്കളുടെയും ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്ത് കിടന്ന് അടിയണങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പാ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരുണ്ട് കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമേ. സ്വന്തമായ ഭവനത്തിൽ കിടന്നിറങ്ങുവാൻ അവർക്ക് ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവെ. അത് പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാനും തൻ്റെ മക്കൾക്കും ഭാഗ്യമൊരുക്കണമേ. ആത്മാർത്ഥത ദൈവകൃപയുടെ ഹാലലിയ ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തിക്കാനും ഓരോ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സമയം ഹാലലിയ കർത്താവെ ഞങ്ങളുടെ ഉപജീവനമാർഗം പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗ്ഗമൊന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒന്നിനും കുറവുകൂടാതെ ഓരോ ജീവിതങ്ങൾക്കും അതാ ദിവസം വേണ്ടുന്നത് കർത്താവ് കൊടുത്ത് പോറ്റിപ്പിളർന്ന ദൈവമാകിയാൽ സ്തോത്രം. ഹാലലൂയ കർത്താവ്. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ് കർത്താവ് പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവമേ, കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നെല്ലാം കൊടുത്ത് തൃപ്തിയോടെ ബിസിനസ് ചെയ്യുവാൻ തൻ്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണം. ഓരോ മക്കളുടെയും പോക്കലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണമേ കർത്താവേ. സ്തോത്രം. കണ്ണു നനയാൻ അനുവദിക്കല്ലേ, ഹൃദയം വേദനിക്കാൻ അനുവദിക്കല്ലേ, കാലിടറുവാൻ അനുവദിക്കല്ലേ കർത്താവേ. എൻ്റെ കരവലയത്തിനുള്ള ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. അന്തിമരെയും ഞങ്ങളെ വിടുവിച്ച് നടത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷകാലം വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. സുരക്ഷിതമായി യാത്ര ചെയ്ത് നിശ്ചിത സ്ഥാനത്ത് അവർ എത്തിച്ചേരുവാൻ സ്വർഗ്ഗം ഇടയാക്കണം. വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം കൂടെയിരിക്കണം. വലയുവാൻ ഭാരപ്പെടുവാൻ സമ്മതിക്കല്ലേ. ആകാശം കീറി യാത്ര ചെയ്യുന്ന മക്കളെ പരിപാലിക്കണേ. ഉള്ളംകരത്തിൽ വഹിക്കണമേ കർത്താവ്. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരെ സൂക്ഷിക്കണമേ കർത്താവ്. എല്ലാ വാഹനങ്ങളെയും കാൽവരത്താൽ മുദ്ര വയ്ക്കുന്നു. ദുഷ്ടപിശാച് കാണാതെ സ്വർഗം മറയ്ക്കുമാറാകണമേ. ഹാലലൂയ കർത്താവ്. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവെ. സ്തോത്രം. നിൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്നത് എൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ കർത്താവ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവ്, തൈറോയിഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, അലർജി ഉള്ളവർ കർത്താവ്. സ്തോത്രം. എല്ലാവരെയും കർത്താവച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, സൗഖ്യമാക്കുന്ന ദൈവം നീ മാത്രമാണ്. അപ്പോൾ ഈ സമയം ഹാലയിൽ ചുമയാല പനിയാല ശ്വാസതടസ്സാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്. തലവേദനയാലും തലയ്ക്കകത്തും മുഴയാലും ഭാരമുള്ളവരുണ്ട്. ഉദരസംബന്ധമായ പലവിധത്തിൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം കർത്താവേ. ഹാലലൂയ കർത്താവേ. സ്തോത്രം. കൈകാൽക്ക് ചലനമില്ലാത്തൊരു, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ സ്വർഗത്തിലെ ദൈവമേ നിൻ്റെ പൊന്നുകരം വയ്ക്കണമേ, സൗഖ്യപ്പെടുത്തണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലപ്പാ. പൊന്നുകരം ചേർത്ത് പിടിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഹാലലുയ്യ കർത്താവെ, സ്തോത്രം കർത്താവെ. ഈ സമയം ഹാലലുയ്യ ഹാലലുയ ഹാലലു വീൽ ചെയറിലും കിടക്കുകളിലുമായിരിക്കുന്ന തൻ്റെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, നീ ഇവരോട് കരുണ കാണിക്കണം, മനസ്സലിയണം. നാളുകളായി കഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് ഹാലലവരെ ചൊല്ലി വേദനിച്ച് ശുശ്രൂഷകൾ ചെയ്ത് കർത്താവ് വേദനിക്കുന്ന മാതാപിതാക്കൾ ഹാലലി ഒരു വാർദ്ധക്യത്തിലൊക്കെ ആയി വരുന്നപ്പാ, നീ ഇവരോട് കരുണ കാണിക്കണമേ. ബലക്ഷയിക്കുമെന്ന് തള്ളിക്കളയാത്ത ദൈവം ബലഹീനതയിൽ കൂടെയിരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് അതിൻ്റെ പരിഹാരവുമായി ഇറങ്ങിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം തൻ്റെ മക്കളോട് മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന മാനസാന്തരത്തെ തന്നെ അനുഭവത്തിലാക്കി തീർക്കണേ കർത്താവ്. ദൈവമായ കർത്താവ് ദൂരശിക്ഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നവരെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഭരണകർത്താക്കളെ ഓർക്കുന്ന ഹാലലുയ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. ഹാലേലൂയ്യ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹൃദയവേദനയെ സ്വർഗം എടുത്ത് മാറ്റണം. ദിവ്യസമാധാനം അവിടെ നിന്ന് നൽകണം. പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ നൽകുമാറാകണം. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് തരിക നാഥാ. സഹായിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ മറന്നാലും മറക്കാത്ത പ്രാർത്ഥനാ വിഷയം സ്വർഗം അറിയുന്നല്ലോ. അതിൻ്റെ മേലൊക്കെ സ്വർഗത്തിലെ അപ്പൻ തീർപ്പ് കൽപ്പിക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ സ്വർഗം ഇറങ്ങണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കണമേ. മനുഷ്യരാൽ അസാധ്യമായത് എൻ്റെ ദൈവത്താൽ സാധ്യമായെന്ന് പറയുവാൻ കൃപ നൽകുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.